അങ്ങനെ വഖഫ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഉമീദ് പോർട്ടൽ എന്ന പുതിയ ഭേദഗതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലാവധി ഡിസംബർ 6-ന് അവസാനിച്ചിരിക്കെ UP വഖഫ് ട്രൈബ്യൂണൽ അതിൻ്റെ കാലാവധി 6 മാസം കൂടി നീട്ടി ഉത്തരവിറക്കി. ഇനി വഖഫ് വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് UPയിലെ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം 2026 ജൂൺ 5 വരെ സമയമുണ്ടായിരിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ UP വഖഫ് ട്രൈബ്യൂണലാണ് അങ്ങനെ ഒരു വിധി പറഞ്ഞതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള വഖഫ് ട്രൈബ്യൂണലുകൾക്കും സമാനമായ വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ടി ആവശ്യമുള്ള അപ്പീലും മറ്റ് നടപടികളുമായി കേരളത്തിലേതടക്കമുള്ള സംഘടനകൾ പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ അക്കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യമെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ഉമീദ് പോർട്ടലിൽ വഖഫ് വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരുന്നു. ആ ഓൺലൈൻ സംവിധാനം ഫലപ്രദമായി ലഭിച്ചത് തന്നെ കേവലം ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ സമയം മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ മുത്തവല്ലികളെ അധികം അടക്കം കണ്ടെത്തി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി എല്ലാത്തരം വിവരങ്ങളും അടങ്ങിയ രീതിയിൽ ഈ ഉമീദ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പലതരത്തിലും അത് ഫെയിലാവുകയും അത് ലക്ഷ്യത്തിലെത്താതാവുകയും ഒക്കെ ചെയ്തു. അത് കണ്ട് ഒരു കുറേ വിദ്വേഷികൾ, നമ്മുടെ നാട്ടിലെ കാസ അടക്കമുള്ളവർ വലിയ സന്തോഷവും ആരവവും ഒക്കെ മുഴക്കിയിരുന്നു. എന്ന് വെച്ചാൽ വെറും പകുതി വഖഫ് പ്രോപ്പർട്ടികൾ മാത്രമാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ബാക്കിയെല്ലാം പിടിച്ചെടുത്തതാണ്, രേഖയില്ലാത്തതാണ്, ഇപ്പോൾ അതെല്ലാം അങ്ങ് തട്ടിക്കൊണ്ടുപോയി ഇവർക്ക് കൊടുക്കുമെന്നല്ല പറഞ്ഞത്, എങ്കിലും മറ്റുള്ള ഒരുത്തൻ്റെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കാണുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് മനോരോഗികൾക്ക് അത് വലിയ ആവേശം പകർന്നിരുന്നു. അതിൻ്റെ സമയം ദീർഘിപ്പിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് പലതിലും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒന്നും അല്ല പ്രതിയെങ്കിൽ വളരെ പുരോഗമനപരമായ ഒരുപാട് വിധിയും നിരീക്ഷണങ്ങളും ഒക്കെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. മറിച്ചാണെങ്കിൽ പിന്നെ തട്ടിക്കളികളാണ് നടക്കുന്നതത്രയും. ഏതായാലും ഇതിനകത്ത് സുപ്രീം കോടതി എടുത്ത നിലപാട് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ്. അങ്ങനെ വഖഫ് ട്രൈബ്യൂണലിനെ ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് സമീപിച്ചു. അഫ്താബ് ആലം, മുഹമ്മദ് തരീഖ് എന്നീ അഭിഭാഷകരാണ് സുന്നി വഖഫ് ബോർഡിനെ പ്രതിനിധീകരിച്ച് UP വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അവർ കൃത്യമായി ഉത്തരവിറക്കി. ആ ഉത്തരവിൻ്റെ പകർപ്പ് ലൈവില റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കോപ്പി എനിക്ക് അവർ അയച്ചു തരികയും ചെയ്തു. ആ പ്രൊവിഷനിൽ, ആ ഉത്തരവിൽ അവർ പറയുന്നത് ഇതിനുള്ള കാലാവധി, അതിൻ്റെ കാലതടസ്സം ഈ വഖഫ് പ്രോപ്പർട്ടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചത് വസ്തുതാപരമായി ശരിയാണെന്നും ഈ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്ലോഡറും അതുപോലെ ചെക്കറും അപ്രൂവറും എന്നൊക്കെ പറയുന്ന പ്രോസസ്സുകളിലൂടെ കടന്നു പോകാൻ സാങ്കേതിക പ്രശ്നങ്ങളടക്കം ഒരുപാട് കുഴപ്പങ്ങളും അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണെന്നാണ് ട്രിബ്യൂണൽ നിരീക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചില കോഞ്ഞാണ്ടന്മാർ വിശ്വസിക്കുന്നത് പോലെ ആ ട്രിബ്യൂണലിൻ്റെ തലപ്പത്ത് ഏതെങ്കിലും മൗലാനാമാരോ മൗലവിമാരോ ഉസ്താദുമാരോ ഒന്നുമല്ല. പ്രഹ്ലാദ് സിംഗ് എന്നും റാം സുദേശ് വർമ്മ എന്നിങ്ങനെയുമുള്ള 2 ജഡ്ജിമാരാണ് വഖഫ് ട്രൈബ്യൂണലിൻ്റെ ജഡ്ജിമാരായിട്ടുള്ളത്. അവരുടെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ അനുവാദം നൽകിയിരിക്കുന്നത് ജൂൺ 2026 വരെ 5-ാം തീയതി വരെ ഉമീദ് പോർട്ടലിലേക്ക് വീണ്ടും രേഖകൾ സബ്മിറ്റ് ചെയ്യാം, ഇനിയും ചെയ്തിട്ടില്ലാത്തവർക്ക്. ഏതാണ്ട് 40,000-ഓളം പ്രോപ്പർട്ടികൾ ഇനിയും UPയിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് എന്നാണ് കാണുന്നത്. 1,20,000 പ്രോപ്പർട്ടികളാണ് UPയിൽ വഖഫ് ബോർഡിൻ്റേത് ഉണ്ട് എന്ന് കരുതപ്പെടുന്നത്. അതിൽ 80,000 പ്രോപ്പർട്ടികൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള 40,000 പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്യുന്നതിനാണ് 6 മാസത്തെ കാലാവധി നൽകിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ ബാക്കിയുള്ള വഖഫ് ട്രൈബ്യൂണലുകൾക്കും ഇതുപോലെയുള്ള ഉത്തരവ് നൽകാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ പുറത്തിറക്കിയ ഉത്തരവിൽ വഖഫ് ട്രൈബ്യൂണലുകൾക്കാണ് സമയം ദീർഘിപ്പിച്ചു കൊടുക്കാനുള്ള അവകാശമെന്നും അത് ഓരോ ട്രൈബ്യൂണലുകളും പരിശോധിക്കട്ടെ എന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ആ സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടി ഇപ്പോൾ UP വഖഫ് ട്രൈബ്യൂണൽ പുറത്തിറക്കിയ ജഡ്ജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓർഡറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇക്കാര്യത്തിന് ഇനി 6 മാസം കൂടി ലഭിക്കുന്നു എന്നുള്ളത് സമാനമായ സാവകാശം മറ്റു വഖഫ് ട്രൈബ്യൂണലുകളിൽ നിന്നും ലഭിക്കാവുന്നതാണ്. അത് ലഭിച്ചാൽ ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള
നടപടിക്രമങ്ങളുമായി വഖഫ് ബോർഡുകൾക്ക് മുന്നോട്ട് പോകാവുന്നതും വഖഫ് പ്രോപ്പർട്ടികളും മുത്തവല്ലിമാർക്കും അത്തരമൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടാവുന്നതുമാണ് എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് പൊതുസമൂഹത്തിനും വിശ്വാസികൾക്കും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിരാശയുണ്ട്. ഇത് ഈ പറയുന്ന ഡിസംബർ 6 അവസാനിച്ച ശേഷം ഇനി എല്ലാ സ്ഥലങ്ങളിലും പിടിച്ചെടുക്കുന്നു, അടിച്ചു പൊട്ടിക്കുന്നു, തകർത്തു വാരുന്നു എന്ന് കേൾക്കാൻ വളരെ സന്തോഷപൂർവ്വം കാത്തിരുന്നവർക്ക് തൽക്കാലം നിരാശയാണ് ഈ UP വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി എന്ന് അനുമാനിക്കേണ്ടി വരും.